പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണയ്ക്ക് ലഭിച്ച കണ്ണുകളെ പറ്റിയുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ജയമോഹിനിയും കൂട്ടരും. ഇതോടെ അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. ഇതേ സമയം തിരികെ ഓഫീസിലേക്ക് വന്നു തുടങ്ങുകയാണ് കൃഷ്ണ. ഇനി മുതൽ ഭരത്തിന്റെ കള്ളത്തരമൊന്നും നടക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ്ണ, ഞാനാണ് ഇനി അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഭരത്തിന്റെ. ഇതോടെ ഭരത് ഇനി ഒന്നും നോക്കാനില്ല, സിദ്ധുവേട്ട എന്ന് പറയുകയും സിദ്ധുവിനോട് ഇയാളെ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇനി കാര്യങ്ങൾ വളരെ സ്മൂത്തായി ഡീൽ ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി തയ്യാറായില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാവുക നമുക്ക് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വേഗം തന്നെ ചെയ്യണം. എത്രയും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തു വേണം നമ്മൾ മുന്നിലേക്ക് പോകാനെന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് എങ്ങനെയാണ് താൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് സിദ്ധു ചോദിക്കുന്നു. ഇതോടെ സിദ്ധുവിനോട് എന്തായാലും ഇയാൾ ഓഫീസിലേക്ക് പോകും, ആ ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരു അപകടം, അങ്ങനെ ഇയാൾ മരിക്കുന്നു. അതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സിദ്ധുവേട്ടൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ വളരെ സ്മൂത്തായി നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ഇത് കേട്ടതിനെ തുടർന്ന് സിദ്ധു പോലീസ് പിടിക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒരു നോർമൽ അപകടമായിട്ടാണ് ഈ കാര്യം വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധത്തിലും പേടിക്കാനില്ല. പക്ഷേ പഴയതുപോലെ ആവരുത്. ഈ കാര്യങ്ങളെ പറ്റി മണിക്കുട്ടി അറിയാനിടയാവുകയാണ് എങ്കിൽ ഇനിയും നമുക്ക് തലവേദന തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന ഭരത്, അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഇനി വേണ്ടത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, കാവ്യച്ചിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം സിദ്ധുവേട്ടനും ഇല്ലേ എന്നും, അതുകൊണ്ട് തന്നെ സിദ്ധുവേട്ടൻ ഈ കാര്യത്തിൽ പിന്മാറരുത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൂടെ ഞാൻ നിൽക്കാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് സിദ്ധുവേട്ടൻ. മാത്രവുമല്ല, നീ പ്ലാനിംഗ് തുടങ്ങിക്കൊള്ളാനും ഉള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇതേ സമയം തിരികെ എത്തുന്ന കൃഷ്ണയാകട്ടെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഓഫീസിൽ വീണ്ടും തിരിമറികൾ നടത്തുന്നതായുള്ള കാര്യം ഇതേ തുടർന്ന് കണ്ടെത്തുകയാണ് കൃഷ്ണ. പക്ഷേ അപ്രതീക്ഷിതമായുള്ള മറ്റൊരു വഴിത്തിരിവ് ഇതിനിടയിലാണ് ഉണ്ടാകുന്നത്. ഭരത്തിന്റെ ചതിയിൽ പെടുകയാണ് കൃഷ്ണ. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നതിനായി സാധിച്ചതിനെ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാകുന്നു ഭരത്. വീണ്ടും പദ്ധതികൾ പാളിപ്പോയി എന്ന് ഭരത് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭരത് ആലോചിക്കുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയില്ല എന്നും കാര്യങ്ങൾ എന്തായാലും മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും മനസ്സിലാക്കും എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന അവർ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇതേ സമയം വീട്ടിലേക്ക് തിരികെ എത്തുന്ന കൃഷ്ണ കാവ്യയുടെയും ജയമോഹിനിയുടെയും മുൻപിൽ വെച്ച് തല്ലിയിരിക്കുകയാണ് ഭരത്തിനെ. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കാവ്യ എന്തിനാണ് തല്ലുന്നത് എന്ന് ചോദിക്കുന്നു. ഇതോടെ തന്നെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയത് ഭരത്താണ് എന്നുള്ള കാര്യം പറയുകയും അതിന് മണിക്കുട്ടി സാക്ഷിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാവ്യയെ. ഇതോടെ ജയമോഹിനി തൻ്റെ മകനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കൃഷ്ണ എന്ന് വ്യക്തമാക്കുകയും
കൃഷ്ണ ഒരു ചതിയനാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിലാണ് നീരജിയും മുന്നിലേക്ക് കയറി വരുന്നത്. ഞാനും പ്ലാനിങ്ങിനെ പറ്റി കേട്ടിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ്. ഭരതിന്റെ കണക്കുകൂട്ടലുകൾക്ക് ഒരിക്കലും നീരജ് തന്നെ ചതിക്കുമെന്ന് ഭരത് വിചാരിച്ചിരുന്നില്ല. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഭരത്തിനെ തല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൃഷ്ണ. ഇതോടെ കൃഷ്ണയോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലുപിടിക്കുന്നതിന് ഭരത് തയ്യാറാവുകയും ചെയ്യുന്നു. ഭരത് മാത്രമല്ല, സിദ്ധുവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ, സിദ്ധു ഈ കാണിച്ചത് കാവ്യയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാവ്യ. ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ അതുകൊണ്ട് തന്നെ ചതിയനായ സിദ്ധുവേട്ടന് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. സിദ്ധു ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ഇതോടെ സിദ്ധുവിനെയും തല്ലുകയാണ് കൃഷ്ണ. ഇനിയും ഈ വീട്ടിൽ നിന്നു പോകരുത് എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് അപമാനിതനാകുന്ന സിദ്ധു ഇതേ തുടർന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇതോടെ കൃഷ്ണയോട് മാപ്പ് പറയുന്നതിന് കാവ്യ തയ്യാറാവുകയും തെറ്റുകൾ പറ്റിപ്പോയി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തൻ്റെ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും പറ്റുന്നത് തനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്ന് പറയുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.